പഠിപ്പ് നിർത്തി, സമ്പാദ്യമെല്ലാം 2 തവണ പൂർണ്ണമായി നഷ്ടപ്പെട്ടു, 3 വർഷത്തോളം ഒരു ചെറിയ കാറിൽ അന്തിയുറങ്ങി. കേൾക്കുമ്പോൾ തന്നെ എന്തൊരു ഭയപ്പെടുത്തുന്ന അവസ്ഥയാണല്ലേ? ഈ അസാധാരണമായ വിശകലനത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അസാധ്യമെന്നു തോന്നുന്ന ജീവിത പ്രതിസന്ധികളെ മറികടക്കാനും തകർച്ചയുടെ പടുകുഴിയിൽ നിന്ന് വിജയത്തിന്റെ കൊടുമുടിയിലേക്ക് കയറാനുമുള്ള അതിശക്തമായ ഒരു തന്ത്രമാണ് നമ്മളിന്ന് ഡീകോഡ് ചെയ്യാൻ പോകുന്നത്. കേവലം അതിജീവനം മാത്രമല്ല, നമ്മൾ ഒട്ടും അർഹിക്കാത്ത വലിയ നേട്ടങ്ങൾ പോലും എങ്ങനെ സ്വന്തമാക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു ഗംഭീര മാസ്റ്റർ ക്ലാസ്സാണിത്. ഞാൻ ആദ്യം പറഞ്ഞ ആ കാര്യങ്ങൾ അത് ലോകപ്രശസ്ത അമേരിക്കൻ ടെലിവിഷൻ അവതാരകനായ സ്റ്റീവ് ഹാർവിയുടെ ജീവിതത്തിലെ ഏറ്റവും ഇരുണ്ട കാലഘട്ടത്തിലെ ചില യാഥാർത്ഥ്യങ്ങളാണ്. പുറത്തുനിന്നുള്ളൊരാൾ നോക്കുമ്പോൾ പൂർണ്ണമായും തകർന്നു പോയൊരു മനുഷ്യൻ. എത്ര വലിയൊരു ഗർത്തത്തിൽ നിന്നാണ് അദ്ദേഹം പിന്നീട് പൊരുതിക്കയറി വന്നതെന്ന് ചിന്തിച്ചു നോക്കൂ. സത്യത്തിൽ ഈ വലിയ വീഴ്ചകൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഇന്നത്തെ വലിയ വിജയങ്ങളുടെയും അടിസ്ഥാനം. ഒന്നാമത്തെ കാര്യം, തകർച്ചയുടെ ആഴങ്ങൾ. അദ്ദേഹത്തിന്റെ ഈ തകർച്ചയുടെ ആഴങ്ങൾ എങ്ങനെയാണ് ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു പുതിയ തത്വശാസ്ത്രത്തിന്റെ പരീക്ഷണശാലയായി മാറിയതെന്ന് നമുക്കൊന്ന് നോക്കാം. ആ 3 വർഷം ഒരു ചെറിയ കാറിൽ ജീവിച്ചപ്പോൾ അദ്ദേഹത്തെ പിടിച്ചു നിർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്താണെന്നറിയാമോ? പ്രാർത്ഥന കാര്യങ്ങളെ മാറ്റിമറിക്കും എന്ന വലിയ തിരിച്ചറിവ്. മറ്റുള്ളവരെന്തു പറയുന്നു എന്നതോ അല്ലെങ്കിൽ ചുറ്റുപാടുകൾ എത്രമാത്രം പ്രതികൂലമാണെന്നതോ ഇവിടെ ഒരു വിഷയമേ അല്ല. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എത്ര ഇരുണ്ടതാണെങ്കിലും ശരി, ഇതിനെയെല്ലാം മാറ്റിമറിക്കാൻ പ്രാർത്ഥനയ്ക്ക് കഴിയും. പണമുള്ളവനോ ഇല്ലാത്തവനോ എന്ന വ്യത്യാസമില്ലാതെ എല്ലാവർക്കും എപ്പോഴും എവിടെ വെച്ചും ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണിത്. ഇനി നമുക്ക് രണ്ടാമത്തെ ആശയത്തിലേക്ക് കടക്കാം, വിശ്വാസത്തിന്റെ പ്രവർത്തന രീതി. ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി രസകരമാകുന്നത്. എന്താണ് ശരിക്കും ഈ വിശ്വാസമെന്ന് ചോദിച്ചാൽ അത് കേവലം ഒരു തോന്നൽ മാത്രമല്ല. കാണാൻ കഴിയാത്ത കാര്യങ്ങളിലുള്ള അടിയുറച്ച വിശ്വാസമാണത്. പ്രത്യേകിച്ച് മുന്നോട്ടു പോകാൻ ഒരു വഴിയുമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ, കാര്യങ്ങൾ എങ്ങനെ നടക്കും എന്നതിന് യാതൊരു തെളിവുമില്ലാത്തപ്പോൾ പോലും എല്ലാം ശരിയാകും എന്ന് വിശ്വസിച്ചു മുന്നോട്ടു പോകുന്നതാണ് യഥാർത്ഥ വിശ്വാസം. അതെ, നിങ്ങളുടെ മുന്നിലുള്ള വഴി പൂർണ്ണമായും അദൃശ്യമായിരിക്കുമ്പോഴാണ് വിശ്വാസത്തിന്റെ യഥാർത്ഥ കരുത്ത് നമ്മൾ പുറത്തെടുക്കേണ്ടത്. ഇതൊന്നാലോചിച്ചു നോക്കൂ. ഒരു മനുഷ്യന്റെ അസാമാന്യമായ സഹനശക്തിയെ ഇതെത്ര മനോഹരമായാണ് വരച്ചുകാട്ടുന്നത്. 10ാം വയസ്സിൽ അദ്ദേഹം ഒരു കടലാസിൽ തന്റെ വലിയൊരു സ്വപ്നം കുറിച്ചുവെച്ചു, തനിക്കൊരു TV അവതാരകനാകണമെന്ന്. എന്നാൽ ആ ആഗ്രഹം യാഥാർത്ഥ്യമായത് അദ്ദേഹത്തിന്റെ 38ാം വയസ്സിലാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, തന്റെ ആഗ്രഹത്തിനും അത് നടപ്പിലാകുന്നതിനുമിടയിലുള്ള നീണ്ട 28 വർഷത്തെ കാത്തിരിപ്പ്. വിശ്വാസം കൈവിടാതെ അതിലുറച്ചുനിന്നാൽ അത് കൃത്യസമയത്ത് സംഭവിക്കും എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. ഇതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്ന വളരെ രസകരമായ ഒരു ഉദാഹരണമുണ്ട്. ദൈവം അല്ലെങ്കിൽ പ്രപഞ്ചം നിങ്ങളുടെ വിജയത്തെ ഒരു പാഴ്സലായി നിങ്ങൾക്കയച്ചു തരും. എന്നാൽ അവരത് ഡെലിവർ ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സിലെ ഫെയ്ത്ത് സ്ട്രീറ്റ് അഥവാ വിശ്വാസത്തിന്റെ തെരുവിൽ മാത്രമാണ്. ഇടയ്ക്ക് വെച്ച് നിങ്ങൾക്ക് സംശയം തോന്നി, നിങ്ങൾ താമസം മാറി എനിക്കറിയില്ല എന്ന വഴിയിലേക്ക് പോയാൽ ആ പാഴ്സൽ നിങ്ങൾക്കൊരിക്കലും ലഭിക്കില്ല. നിങ്ങൾ അവിടെ ഇല്ലാത്തതുകൊണ്ട് അത് തിരികെ പോകും. അതുകൊണ്ട് എന്തു വന്നാലും എപ്പോഴും ആ വിശ്വാസത്തിന്റെ തെരുവിൽ തന്നെ നിൽക്കുക. അടുത്തതായി 3ാമത്തെ ആശയം, ഭാവന എങ്ങനെ ഒരു മുന്നോടിയാകുന്നു എന്ന് നോക്കാം. നിങ്ങളുടെ ഭാവന വെറുമൊരു പകൽക്കിനാവല്ല, മറിച്ച് അതൊരു വഴികാട്ടിയാണ്. ഹാർവിയുടെ ഈ ആത്മീയ കാഴ്ചപ്പാടിനെ ആൽബർട്ട് ഐൻസ്റ്റീന്റെ വിഖ്യാതമായ വാക്കുകളുമായി നമുക്ക് വളരെ കൃത്യമായി ബന്ധിപ്പിക്കാൻ കഴിയും. ഐൻസ്റ്റീൻ പറഞ്ഞതുപോലെ, നിങ്ങൾ മനസ്സിൽ കാണുന്ന കാര്യങ്ങൾ ശരിക്കും നിങ്ങളുടെ വരാനിരിക്കുന്ന ജീവിതാനുഭവങ്ങളുടെ ഒരു ട്രെയിലർ മാത്രമാണ്. നിങ്ങൾ എന്താണോ ആകാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് സാധ്യമാണ് എന്നതിന്റെ സൂചനയാണ് പ്രപഞ്ചം നിങ്ങളുടെ ഭാവനയിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടുതന്നെ അദ്ദേഹം നൽകുന്ന ഏറ്റവും പ്രായോഗികമായ ഉപദേശം ഇതാണ്: നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വളരെ വ്യക്തമായി എഴുതിവെക്കുക. വലിയ സ്വപ്നങ്ങൾ കാണാനും അത് നേടിയെടുക്കാനും ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതകളുടെ ആവശ്യമൊന്നുമില്ലാട്ടോ. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വ്യക്തതയുണ്ടാകുക, അത് എഴുതി വെക്കുക എന്നത് മാത്രമാണ് പ്രധാനം. നമുക്കാർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു കാര്യമാണിത്. ഇനി 4ാമത്തെ ആശയത്തിലേക്ക് വരാം, വലുതായി ചോദിക്കാനുള്ള കല. ഇത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വളരെ വലിയൊരു വഴിത്തിരിവായിരുന്നു. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തോട് ചോദിക്കുന്നത് വളരെ കുറവാണോ? ചെറിയ ചിന്തകൾ വെച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ തന്നെ സാധ്യതകളെ ചുരുക്കി കളയുകയാണോ എന്ന് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കൂ. പലപ്പോഴും നമ്മൾ ചോദിക്കാത്തതുകൊണ്ടാണ് നമുക്ക് കിട്ടാത്തത് എന്നാണ് അദ്ദേഹം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഹാർവി നൽകുന്ന വളരെ ചിന്തിപ്പിക്കുന്നൊരു ഉദാഹരണം ശ്രദ്ധിക്കൂ. പഴയ തകരാറിലായൊരു കാറ്
എങ്ങനെയെങ്കിലും ഒന്ന് നന്നാക്കി തരണേയെന്ന് നിരന്തരം പ്രാർത്ഥിക്കുന്നതിനു പകരം ഒട്ടും തകരാറില്ലാവാത്ത പുതിയൊരു കാറിനായി പ്രാർത്ഥിച്ചൂടെ? കാര്യങ്ങൾ എങ്ങനെ നടക്കുമെന്ന് ചിന്തിച്ച് തലപുകയ്ക്കേണ്ട യാതൊരു കാര്യവും നിങ്ങൾക്കില്ല. എവിടെന്നാണ് പുതിയ കാറ് വരിക എന്നത് നിങ്ങളുടെ ജോലിയുമല്ല. നിങ്ങൾക്ക് വേണ്ടത് വലുതായി ചോദിക്കാൻ ധൈര്യം കാണിക്കുക എന്നത് മാത്രമാണ്. അവസാനമായി ഹാർവിയുടെ തത്വശാസ്ത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ ഭാഗം, അതാണ് കൃപ അഥവാ ഗ്രേസ്. എന്താണീ കൃപ? വളരെ ലളിതമായി പറഞ്ഞാൽ, ഒട്ടും അർഹതയില്ലാത്തൊരു കാര്യം നമുക്ക് കൃത്യമായി ലഭിക്കുന്നത്. എത്ര കഠിനാധ്വാനം ചെയ്താലും നേടാൻ കഴിയാത്തത്ര വലിയൊരു ജീവിതമാണ് തനിക്കിപ്പോൾ ഉള്ളതെന്നും അത് വെറും തന്റെ കഴിവുകൊണ്ടല്ല, മറിച്ച് തനിക്ക് ലഭിച്ച വലിയൊരു സമ്മാനമാണെന്നും അദ്ദേഹം പറയുന്നു. അതാണ് കൃപ. ഇതൊന്ന് താരതമ്യം ചെയ്തു നോക്കാം. നീതി എന്നാൽ നാം അർഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ്. കരുണ എന്നാൽ നാം അർഹിക്കുന്ന ശിക്ഷ നമുക്ക് ലഭിക്കാതിരിക്കുന്നതാണ്. എന്നാൽ കൃപ എന്നു പറയുന്നത് നാം ഒട്ടും അർഹിക്കാത്തത്ര വലിയ കാര്യങ്ങൾ പ്രപഞ്ചം നമുക്ക് വാരിക്കോരി നൽകുന്നതാണ്. തന്റെ കഠിനാധ്വാനത്തിനപ്പുറത്തുള്ള ഈ കൃപയാണ് തന്നെ ഇത്രയും വലിയ വിജയങ്ങളിലേക്ക് നയിച്ചതെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വിശകലനം നമ്മൾ അവസാനിക്കുമ്പോൾ നിങ്ങൾക്കായി ഒരു ചോദ്യം ബാക്കി വയ്ക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ സംശയങ്ങളെല്ലാം മാറ്റിവെച്ച് വീണ്ടും ആ വിശ്വാസത്തിന്റെ തെരുവിലേക്ക് മടങ്ങിയാലോ? എന്നിട്ട് നിങ്ങളുടെ ഭാവനയിലുള്ള ആ വലിയ സ്വപ്ന ജീവിതത്തിനായി പ്രപഞ്ചത്തോട് ധൈര്യമായി ചോദിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? സ്റ്റീവ് ഹാർവിയെപ്പോലെ അത്ഭുതകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഒരുപക്ഷെ നിങ്ങൾക്കും കഴിഞ്ഞേക്കും. ഈ ചിന്തകളോടെ നിങ്ങളുടെ സ്വന്തം ലക്ഷ്യങ്ങളെക്കുറിച്ച് ഒന്നുകൂടി ആലോചിച്ചു നോക്കൂ. ഈ വിശകലനം കണ്ടതിന് നന്ദി. കൂടുതൽ വീഡിയോകൾ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ.